ചാപ്റ്ററിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഉറപ്പിക്കും 100% നിങ്ങളുടെ സോഷ്യൽ എക്സാമിന് ഈ ഒരു ചോദ്യങ്ങൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. ഒന്നാമത്തെ ചോദ്യം നമ്മളോട് ചോദിക്കുക ഭൂഖണ്ഡങ്ങൾ എന്താണ്, കോണ്ടിനെന്റ്സ് എന്താണെന്നുള്ളതാണ് അല്ലെ. കോണ്ടിനെന്റ്സ് ആർ ലാർജ് ലാൻഡ് മാസസ് ദാറ്റ് ആർ സിറ്റുവേറ്റഡ് അമംഗ് ദ ഓഷ്യൻസ് അല്ലെ. നമ്മുടെ സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ചില കരഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോണ്ടിനെന്റ്സ് എന്ന് പറയുന്നത്. സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട വലിയ കരഭാഗങ്ങളെയാണ് നമ്മൾ ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ കോണ്ടിനെന്റ് കംപ്രൈസ് മെനി കൺട്രീസ് അല്ലെ. ഓരോ ഭൂഖണ്ഡത്തിലും നമുക്ക് എന്ത് കാണാം, ഓരോ രാജ്യങ്ങളെ കാണാം അല്ലെ. നമ്മുടെ ഏഷ്യയിൽ ഏതൊക്കെ കൺട്രീസ് ഉണ്ട്, ജപ്പാൻ ഉണ്ട്, ഇന്ത്യ ഉണ്ട്, അങ്ങനെ തുടങ്ങി ഒരുപാട് കൺട്രീസിനെ നമുക്ക് കാണാം. ഈച്ച് കോണ്ടിനെന്റ് ഹാസ് ഇറ്റ്സ് ഓൺ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. അതിൻ്റെതായിട്ടുള്ള പ്രത്യേക ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളും ആർക്കുണ്ട്, ഓരോ ഭൂഖണ്ഡത്തിനുമുണ്ട്. പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മളോട് ചോദിക്കതാ ഇങ്ങനെ ഒരു മാപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും, നമ്മളുടെ കോണ്ടിനെന്റ്സ് ഭൂഖണ്ഡങ്ങൾ ഏതാണെന്ന് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാം. അത് ഞാൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഈ ഒരു മാപ്പിലേക്ക് നോക്കിയാൽ ഏറ്റവും വലിയ ഭൂഖണ്ഡം നിങ്ങൾക്ക് ഏതാ തോന്നുന്നത്? ദാ ഇയാളല്ലേ, ഏറ്റവും വലിയ ഭൂഖണ്ഡമാണ് നമ്മളുടെ ഏഷ്യ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചൊല്ലി ഞാൻ ഒരു പാട്ടൊക്കെ പഠിപ്പിച്ചു തന്നിരുന്നു, അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ലെങ്കിൽ ഒരൊറ്റ തവണ സ്പീഡിൽ മിസ് പറഞ്ഞുതരാം. ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ് ആൻഡ് ഫൈനലി ഓസ്ട്രേലിയ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കോണ്ടിനെന്റ്സിന്റെ വലുപ്പത്തിന്റെ ഓർഡർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഏറ്റവും വലുതാരാ, ഏറ്റവും മേലെ നമ്മൾ പാടിയത് ഏതായിരുന്നു, ഏഷ്യ ആണ് അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ ഏഷ്യ. ഏഷ്യയുടെ തൊട്ടടുത്തുള്ള ആളാണ് നമ്മളുടെ യൂറോപ്പ് എന്ന് പറയുന്നത്. ഇനി ഇവർക്ക് നേരെ താഴെ ആയിട്ടുള്ള ആളാണ് ആഫ്രിക്ക. ഓക്കെ, ഇവർ മൂന്ന് ആളും ഒരുമിച്ചാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇവിടെ രണ്ടുപേര് മാറിയിരിക്കുന്നുണ്ട് അല്ലെ. രണ്ടു പേർക്ക് ഒരേ പേരുണ്ട്. ആരൊക്കെയായിരുന്നു? നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും, തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്കയും. അപ്പൊ മേലെ ഉള്ളത് ഏതാണ്? നോർത്ത് അമേരിക്ക, വടക്കേ അമേരിക്കയാണ്. താഴത്തുള്ളതോ സൗത്ത് അമേരിക്ക, തെക്കേ അമേരിക്കയാണ്. അപ്പൊ അത് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാലോ. ഇനി ഇതാ വെള്ള ഭൂഖണ്ഡം അല്ലെ, വെളുത്ത ഭൂഖണ്ഡം എന്ന് പറയുന്ന ആളാരാണ്? നമ്മളുടെ അന്റാർട്ടിക്കയാണ്. ലാസ്റ്റ് ഉള്ളതാണ് അന്റാർട്ടിക്ക. ഇനി ഇവിടെ ഒരു യു ഷേപ്പ് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. അപ്പൊ യു കണ്ടാൽ നിങ്ങൾ അത് ഏത് എഴുതിക്കണം? ഓസ്ട്രേലിയ ആണ്. ഓസ്ട്രേലിയയിൽ ഒരു യു അല്ലേ, അത് ഓർത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓസ്ട്രേലിയ എന്ന് എഴുതി വെക്കാം. ഇപ്പൊ ഏണായില്ലേ. ഈസി ആയിട്ട് നിങ്ങൾക്ക് 5 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വരച്ച് തന്നെ മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമ്മളുടെ ഭൂഖണ്ഡമായിട്ടുള്ള ഏഷ്യയെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ഏഷ്യയുടെ ഓരോ സവിശേഷതകളും നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളെ ഹിമാലയം മുതൽ ഉള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഭൂമിയിലെ ഏറ്റവും വലിയ കോണ്ടിനെന്റ് ആണ്, ഭൂഖണ്ഡമാണ് ഏഷ്യ എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ഇന്ത്യ ഒക്കെ അടങ്ങിയിരിക്കുന്നത് ഈ ഒരു ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ്. ഓക്കെ, നമ്മളുടെ ഭൂമിയെ 3ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു ഭാഗം ആരാണ്? ഏഷ്യ ആണുള്ളത്. ഇത് നമ്മളുടെ ഭൂമിയാണെന്ന് വിചാരിക്കുക. 3 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്താൽ ഇത്രയും ഭാഗം ആർക്ക് മാത്രമാണ്? ഏഷ്യക്ക് മാത്രമാണ്. ബാക്കി 6 ഭൂഖണ്ഡങ്ങളാണ് ബാക്കി വരുന്ന 2 ഭാഗങ്ങളിൽ വരുന്നത്. സോ ഏഷ്യയുടെ ഫീച്ചേഴ്സ് അടക്കം മക്കൾ എന്ത് ചെയ്യണം, ഈ ഒരു പോയിന്റിൽ പഠിക്കണം കേട്ടോ. ഇനിതാ നമ്മളോട് ഇതേപോലെ തന്നെ ഇവിടെ നിങ്ങളോട് ചോദിച്ചത് ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ സവിശേഷതയാണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ എത്ര കോണ്ടിനെന്റ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്? 7 കോണ്ടിനെന്റ്സ് ആണല്ലോ. അപ്പൊ 7 കോണ്ടിനെന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ സവിശേഷതകൾ ഇതേപോലെ ടേബിൾ ആക്കിയിട്ട് തന്നെ പഠിച്ചു വെക്കണം. അപ്പൊ ഇവിടെ കാണിക്കുന്നത് ആഫ്രിക്കയാണ്, ചിലപ്പോൾ അത് നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സോ ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? സഹാറ മരുഭൂമിയിലാണെന്ന് പഠിച്ചു വെക്കുക. ഇനി അടുത്ത ഹയസ്റ്റ് മൗണ്ടെയിൻ ഏതാണ്? ഇവിടെ നമ്മളുടെ ആഫ്രിക്കയില് അത് കിളിമഞ്ചാരോ ആണ് അല്ലെ, കിളിമഞ്ചാരോ. ഇനി ദ റിവർ ബേസിൻ വിത്ത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, ഉഷ്ണമേഖലാ മഴക്കാടുകൾ ഉൾക്കൊള്ളുന്ന നദീതീരമാണ് നമ്മളുടെ കോൺഗോ റിവർ ബേസിൻ എന്ന് പറയുന്നത്. ഇനി വാസ്റ്റ് ഗ്രാസ് ലാൻഡ്, ഇവിടെ ആഫ്രിക്കയിലല്ലേ, വിശാലമായ പുൽമേടുകൾ സാവെണ്ണ എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്തരത്തിൽ ഓരോ കോണ്ടിനെന്റ്സിനെ നിങ്ങൾ പഠിച്ചു വെക്കണം. കൃത്യമായിട്ട് പഠിച്ചോ, എക്സാമിന് ചോദിക്കും. ഓക്കെ, ഒറ്റ കാര്യം കൂടെ നോക്കണം. 1 വേർഡ് നമ്മളോട് ചോദിക്കും, ലെങ്സ് ഓഫ് ദ പ്ലാനറ്റ് എർത്ത് ആരാണെന്ന് അല്ലെ. നമ്മുടെ ഭൂമിയുടെ ശ്വാസകോശം ആരാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, അത് നമ്മളുടെ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ആണ്, ആമസോൺ മഴക്കാടുകളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ പോകുന്നത്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇത് പഠിച്ചാൽ സംഗതി സെറ്റാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരൊറ്റ ക്വസ്റ്റ്യൻ മിസ് ചോദിക്കുകയാണ്. ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഏതാണെന്ന് ഐഷ മിസ്സിന്റെ പേരിനൊപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ലൈക്ക് കൂടെ ചെയ്യുക.